കൈസ്ബി എടത്തനാട്ടുകാരെ കൊണ്ടുവരാൻ എന്താ കാരണം? രണ്ട് കാരണമുണ്ട്. ഒന്ന്, നമ്മളെ നാടിന്റെ പുരോഗതി നമ്മളെ ഭാവി തലമുറയിലാണ് അല്ലേ. അപ്പോൾ നമ്മളെ ഭാവി തലമുറ ഇപ്പൊ തന്നെ നല്ല ഭക്ഷണങ്ങൾ, നല്ല ഫുഡ്, നല്ല ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു തുടങ്ങണം. എന്നാലേ നമ്മളെ നാടിന്റെ പുരോഗതി ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ കാരണം, നമ്മൾ ഹോസ്പിറ്റലുകളിൽ എല്ലാം ഭയങ്കര ക്രൗഡാണ് അല്ലേ. ആ ക്രൗഡ് ഒന്ന് കുറക്കണം. ഈ രണ്ട് കാരണങ്ങളാണ് ഈ കൈസ്ബി നമ്മളെ അടുത്ത നാട്ടുകാരെന്നെ കൊണ്ടുവരാൻ കാരണം. എൻ്റെ നിൽക്കേണ്ട നാട്ടുകാർ അവർക്കും വേണ്ടി ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഫൊറ പ്രോഡക്ട്സും മാർക്കറ്റിലുള്ള മറ്റ് പ്രോഡക്ട്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലുക്ക്, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഫുഡ് കഴിക്കണത് അത് നിങ്ങൾ മരുന്നായിട്ട് കഴിക്കണം. അല്ല ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിയ ഇത്രയും കാലം ഉണ്ടാക്കിയ സമ്പാദ്യമൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യമില്ല. നിങ്ങൾ അത് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ എന്തിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ. നിങ്ങളിപ്പോൾ ഒരു പെര ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ബ്രാൻഡ്, ഏറ്റവും വലിയ ബ്രാൻഡുള്ള സാധനങ്ങൾ നിങ്ങൾ ഒരു കാര്യത്തിൽ കിച്ചണിൽ നമ്മൾ സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത്, ഇപ്പോൾ ഒരു കിച്ചൻ്റെ ഒരു ടേബിൾ ടോപ്പ് ആണെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചു ഇന്ന ഗ്രേഡുള്ള നാനോ വൈറ്റ് സാധനം തന്നെ വേണം, ഒക്കെ നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളാണ് ആലോചിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നമ്മൾ ആ കിച്ചണിൽ ഉണ്ടാക്കുന്ന ആ മെറ്റീരിയൽ, അതായത് എക്സ്റ്റേണൽ മെറ്റീരിയലിന് പകരം നിങ്ങൾ ഇൻറ്റേർണൽ മെറ്റീരിയലിനെ പറ്റി എന്താ ആലോചിക്കാത്തത്? കിച്ചണിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ അതാണ് നമ്മൾ ആരോഗ്യം തീരുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ അതിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി. അതിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതിലുണ്ട്. ബ്രാൻഡഡ് ഞങ്ങളെ ഫൊറ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡഡ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് 100% വിശ്വാസം. എന്താ വെച്ചാൽ അത്രയും നല്ലൊരു പ്രോസസ്സ് കൂടിയാണ് ഈ പ്രൊഡക്റ്റുകൾ കടന്നു വരുന്നത്. അതിനുള്ള ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എത്തുന്നത്. അതുതന്നെ ഞങ്ങളെ ബ്രാൻഡും നിങ്ങൾ പുറത്ത് കാണുന്ന ബ്രാൻഡും തമ്മിൽ വ്യത്യാസം. അത് നിങ്ങൾക്ക് വന്ന് കാണാവുന്നേ ഉള്ളൂ ഞങ്ങളെ ലൈവ് മില്ലിങ്ങിൽ. കാരണം എന്താണ്, വെറുതെ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ഫുഡ് കഴിക്കുമ്പോൾ അത് നമ്മൾ മരുന്നായിട്ട് കഴിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാനേ നമ്മളെ ഉണ്ടാവുള്ളൂ. നിങ്ങളെ കാശ് കൊണ്ടുപോയിട്ട് നിങ്ങൾ നല്ല ഫുഡ് മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാശ് കൊടുക്കി. അപ്പം നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. നാളെ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. എന്നാൽ ഞങ്ങളെ ഫൊറ എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷനാണ്. നിങ്ങൾക്ക് 100% ഞങ്ങളെ വിശ്വസിക്കുക. എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിലെന്താ മായങ്ങളുണ്ടോ, അതിന് വല്ല പ്രശ്നങ്ങളുണ്ടോ നിങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞാനല്ല. നിങ്ങളാദ്യം ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിവ്യൂ എന്നോട് പറയണം, അല്ലെങ്കിൽ ഞങ്ങളെ കമ്പനിയിലെ ആൾക്കാരോട് പറയണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾക്ക് ഈ കിച്ചണിൽ വരുന്ന നമ്മൾ ഫുഡ് ഉണ്ടാക്കണ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും എന്ത് റോ മെറ്റീരിയൽ ആണെങ്കിലും അതൊക്കെ വരുന്നത് അത്രയും പ്യുവർ സോഴ്സിൽ നിന്നാണ്. നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡാണ് നമ്മളായി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് തന്നെ മരുന്നാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ മരുന്നടിക്കാൻ പോകണമെന്നേ. വെറുതെ എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ട് കാശ് കൊടുക്കണത്? നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മളെ ബോഡിക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും വലിയൊരു ഉപകാരങ്ങൾ എന്താ ചെയ്യാൻ പോണത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ നോക്കി മേടിക്കുക. ഞാൻ ബ്രാൻഡഡ് എന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നല്ല രീതിയിലുള്ള അവർ പ്രോസസ്സ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം മേടിക്കുക. അല്ലാത്തത് അവരുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ എന്താ പ്രശ്നം? നമ്മളെ ആരോഗ്യം തന്നെ കളിയാണ്. ഈ ലൈവ് മില്ലിംഗ് പറയുന്നുണ്ട്. എന്താണ് അത്? ലൈവ് മില്ലിംഗ് എന്താണ് പരിപാടി? നിങ്ങൾ ഈ സാധാരണ മില്ലല്ലേ കണ്ടിട്ടുള്ളൂ. ഈ മില്ലിൽ എന്താ ഉണ്ടാവണത്? നിങ്ങളതായത് സാധനം കൊണ്ടുകൊടുക്കണു, അവിടെ നിങ്ങൾക്ക് പൊടിച്ചു തരണു. ഇതങ്ങനല്ല. ഇതിപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒതൻറ്റിക് ആയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളിതെല്ലാം മേടിക്കും. ഇപ്പോൾ നമ്മൾ കോക്കനട്ട് ആണെങ്കിൽ കോക്കനട്ട് നമ്മളെ നാട്ടിൽ തന്നെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള കോക്കനട്ട് എവിടെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് എവിടെ നിന്ന് വന്നു? നമ്മളെ നാട്ടിൽ തന്നെ നല്ല കോക്കനട്ട് ഉണ്ടാവുക. നമുക്കിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വന്നിട്ടുണ്ട് കോക്കനട്ട്. അത് നമ്മളെ നാട്ടിലുള്ള കോക്കനട്ട് തന്നെ നമ്മൾ സോഴ്സ് ചെയ്തിട്ട് നമുക്ക് വിശ്വാസമുള്ളടത്ത് എടുത്തിട്ട് അതിനെന്ത് ചെയ്യുക, ഞങ്ങൾ ഡ്രയറിൽ പ്രോസസ്സ് ചെയ്തതിന് ശേഷം സൾഫറൊന്നും ചേർക്കാതെ അതിനെ മാക്സിമം ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണേ, അത് ഒരു അതായത് അതിലൊരു കെമിക്കലും ആഡ് ചെയ്യാതെ, കെമിക്കൽ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാംഫുൾ ആയുള്ള കെമിക്കലൊന്നും ആഡ് ചെയ്യാതെ നിങ്ങൾക്ക്
നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചു തരുന്ന പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത്. 28th ആനിവേഴ്സറി കഴിഞ്ഞു, ഇനി എന്താ പരിപാടി? ഇനിയല്ലേ ഈ പരിപാടി എടുക്കുന്നത്. അതായത് എത്രനാട്ടര നമ്മളെ കമ്പനി ഉണ്ടായിട്ട് കൈസ്ബി എൻ്റർപ്രൈസസ് നമ്മൾ തുടങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞു, അതിൻ്റെ ആനിവേഴ്സറിയും കഴിഞ്ഞു. ഇനി നമ്മൾ 2-3 സർവീസ് ഞാൻ എടത്തനാട്ടർക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യാണ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നിപ്പോൾ ഞാനിപ്പോൾ ആൾറെഡി അവിടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് ലൈവ് മില്ലിങ്. ഇപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ദൈനംദിനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചണിക്ക് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും അതിലൊക്കെ നിങ്ങൾ കണ്ണുകൊണ്ട് കാണാത്ത രീതിയിലുള്ള മായങ്ങളും കെമിക്കലുകളും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. എന്താ വെച്ചാൽ, നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് അതൊരു മരുന്നായിട്ടാണ് കഴിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കായൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും, വേണ്ടേ? അപ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു സ്ഥലത്തു നിന്ന് വേണ്ടതൊക്കെ മേടിക്കാൻ. അല്ലാതെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഒരു ഞങ്ങളെ കമ്പനി ഇപ്പോൾ ഒരു കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്.